പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, ഈ നല്ല ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സെഷനാണല്ലോ ഈ ധ്യാനത്തിലൂടെ ഞങ്ങളിവിടെ നിർവഹിക്കുന്നത്. അതിന് ഞങ്ങൾക്കായി സഹായകനായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വട്ടായിലച്ഛനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അച്ഛൻ്റെ വാക്കുകളിലൂടെയും അച്ഛൻ്റെ വചനങ്ങളിലൂടെയും ഞങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകി ഞങ്ങളെ ശക്തരാക്കുകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഈ കൺവെൻഷൻ്റെ എല്ലാ വിജയങ്ങളും അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയും മനസ്സിനോട് പ്രകാശിപ്പിക്കണമേ. ആവശ്യമായ ബുദ്ധിശക്തിയും വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും ആരോഗ്യവും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വളണ്ടിയേഴ്സിനെയും എല്ലാ വൈദികരെയും എല്ലാ മെത്രാന്മാരെയും എല്ലാ സന്യസ്തരെയും ഞങ്ങൾ അങ്ങേ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരങ്ങ് വിശുദ്ധ മാർഗത്തിലൂടെ നയിച്ചു കൊള്ളുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളെ കൈപിടിച്ച് നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. എനിക്ക് മുഴുവൻ ഇരിക്കാൻ പറ്റില്ല, ഇന്ന് 3 സ്ഥലത്ത് എത്തണം, അതുകൊണ്ട് ഞാൻ പോകുവാണേ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിയന്ന് പിതാവ് വന്നു നമുക്കൊരു പ്രഭാതത്തിലൊരു പ്രാർത്ഥനയും ഒരു ബ്ലെസ്സിങ് എല്ലാം പിതാവ് നമുക്ക് നൽകി. വലിയൊരു അനുഗ്രഹമാണ് പിതാവിൻ്റെ സ്നേഹവും ആശീർവാദങ്ങളും പ്രാർത്ഥനകളെല്ലാം. ഈ ചിക്കാഗോ രൂപതയിൽ നിങ്ങൾ വലിയ അനുഗ്രഹമുള്ളവരാണ്. കാരണം നമുക്ക് ഈ രൂപതയ്ക്ക് ആദ്യം തന്നെ നമുക്ക് ചങ്ങാടി പിതാവിനെ ദൈവം നൽകി. അങ്ങയുടെ പിതാവിന് ശേഷം നമുക്ക് ജോയ് പിതാവിനെ നൽകി. അപ്പോൾ ഈ പിതാക്കന്മാരുടെ എല്ലാ സാന്നിധ്യം നമ്മുടെ ഇവിടെയുള്ള ഈ രൂപതയുടെ വളർച്ചയ്ക്കും ഇവിടെയുള്ള ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും അവരുടെ ഉപരി വളർച്ചയ്ക്കെല്ലാം ദൈവം ഒരു വലിയൊരു നിമിത്തമാക്കി പിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. ആ പിതാക്കന്മാരെ ഓർത്ത് നമുക്ക് ഒത്തിരി കർത്താവിന് നന്ദി പറയാം. കൈകൾ ഉയർത്തി 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 പിതാക്കന്മാരും ഈ രൂപതയെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന 2 ഇടയന്മാരെയാണ് കർത്താവ് ഈ രൂപതയ്ക്ക് നൽകിയത്. വലിയൊരു ദൈവത്തിൻ്റെ വലിയൊരു കരുണയും സ്നേഹമാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ചിക്കാഗോ രൂപതയുടെ 25 വർഷം അത് കംപ്ലീറ്റ് ആകുന്നതിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായുള്ള ഈ ഒരു വലിയ ഒരു കൺവെൻഷനിൽ ഒരു 10-40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആത്മീയ സന്ദേശം ശ്രവിക്കുന്ന ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. നമ്മൾ 40 മിനിറ്റ് 40 അവസാനിപ്പിക്കും. പിന്നെ നമ്മൾ വിശുദ്ധ ബലിക്ക് വേണ്ടി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോകണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ഈ ഒരു കുറച്ച് സമയമാണുള്ളതെങ്കിലും നിങ്ങളത് അലസരായിരിക്കരുത്. കുറച്ച് സമയം കൊണ്ട് കർത്താവിന് നമ്മുടെ ആത്മാവിന് പകർന്നു തരേണ്ട ആത്മീയ കാര്യങ്ങളൊക്കെ പകർന്നു തരാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യ വെള്ളിയാഴ്ച ആളുകളെ കാണുന്ന പോലെയല്ല. ആദ്യ വെള്ളിയാഴ്ച അവർ യാത്ര ക്ഷീണിച്ച് അവസരമായി അവർ ക്ഷീണിച്ച് ഉറക്കമൊക്കെ ആയിരിക്കും. നിങ്ങൾ നല്ല പിതാവ് പറഞ്ഞ പോലെ നല്ല ഫ്രഷായിട്ട് നല്ല ഉണർവോടെ നല്ല എന്താ പറയുന്നത്, മലാക്കി 4-ാം അധ്യായം 2-ാം വാക്യം ഓർമ്മ വരികയാണ്. തൊഴുത്തിൽ നിന്ന് ഓടിയിറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നല്ല തുള്ളിച്ചാടി നല്ല സുസ്മേരവാദനരായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം വിശ്രമം തന്നു. പിന്നെ അതിനേക്കാൾ കൂടുതൽ ദൈവിക കാര്യങ്ങളോട് ഒരു ആഭിമുഖ്യം, ഒരു അഭിവാഞ്ച, ഒരു ആഗ്രഹം, ഒരു അഭിനിവേശം കർത്താവ് നിങ്ങൾക്ക് നൽകി. ഇതിനെല്ലാം ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അതുപോലെ ഈ കഴിഞ്ഞ 25 വർഷം ഈ രൂപതയിലേക്ക് കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ഒന്ന് സ്തുതിക്കാം.
Hallelujah, യേശുവേ hallelujah, ആരാധന, hallelujah. Praise യേശുവേ the Lord. Thank ആരാധന, you, Jesus. Praise you, യേശുവേ Jesus. ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ആരാധന യേശുവേ, നന്ദി ഹല്ലേലൂയ, യേശുവേ, നന്ദി ഹല്ലേലൂയ, യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. അഭിഷേകത്തിന്റെ കൃപ, അഭിഷേകത്തിന്റെ ആത്മാവിന്റെ നിറവ് അങ്ങയുടെ ദാസിദാസന്മാർക്ക് പ്രദാനം ചെയ്യണമേ. ബാലിക ബാലന്മാരെയും കുട്ടികളെ യുവതിവാക്കന്മാരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പാട്ട്, പരിശുദ്ധാത്മാവേ എന്നുള്ള മുമ്പേ പാടിയ പാട്ട് ഒന്നും കൂടെ ഒന്ന് പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടക്കാനാവരുതേ. ഓ, നീന്തിയിട്ടല്ലാതെ കടക്കാനാവരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾക്ക് എപ്പോഴും ഏതെങ്കിലും സമയത്ത് ഇച്ചിരി തണുത്ത് പോയതുപോലെ തോന്നിയാൽ ഉടനെ നിങ്ങൾ ഈ പാട്ട് പാടണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ, മൈക്കിൽ കൂടെ പറഞ്ഞ അളവില്ലാതെ എന്നിൽ നിറയണമേ. ഒന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ഇതങ്ങോട്ട് എപ്പോഴും പാടിയാൽ മതി. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറയുന്നത് എങ്ങനെയാണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് എവറിത്തിങ് വിൽ ബി കോൾഡ്. നമ്മുടെ ആത്മീയ ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും പ്രാർത്ഥനാ ജീവിതമാണെങ്കിലും ശുശ്രൂഷ ജീവിതമാണെങ്കിലും എല്ലാം തണുത്ത് മരച്ച് ഇരിക്കും. പ്രൈസ് ദ ലോർഡ്. ഒരു ജീവൻ, ഒരു ഉണർവ്, ഒരു സ്വാതന്ത്ര്യം, ഒരു സന്തോഷം, ഒരു ഉന്മേഷമൊക്കെ വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ മൂവ്മെൻറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിലുണ്ടാകണം, ഇടവകളിലുണ്ടാകണം, കുടുംബത്തിലുണ്ടാകണം, വ്യക്തി ജീവിതത്തിലുണ്ടാകണം, ശുശ്രൂഷകളിലുണ്ടാകണം. കൈകൾ ഉയർത്തി ആഗ്രഹിച്ച് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. എനിക്ക് മനസ്സിലായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ധ്യാനം കൂടിയിട്ടുള്ളവരും ആത്മീയമായി നല്ല മികച്ചു നിൽക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിസ്സാര കക്ഷികളല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ കർത്താവ് രാവിലെ തന്നൊരു വചനം എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് സക്കറിയ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യമാണ്. പ്രധാന പുരോഹിതനായ ജോഷുവായും അവൻ്റെ മുൻപിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ എന്നാണ് പറയുന്നത്.
പ്രധാന പുരോഹിതനായ ജോഷുവ, അഭിമന്യ പിതാവിനെ കുറിച്ചായിരിക്കും അത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പിന്നെ പ്രധാന പുരോഹിതനായ ജോഷുവ വിളിച്ചപ്പോൾ വന്ന അവൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ അജഗണങ്ങളും കേൾക്കട്ടെ. ഹല്ലേലൂയ. Hallelujah. നല്ല, നിങ്ങളെക്കുറിച്ച് പറയുന്നത് നല്ല ഭാവിയുടെ സൈൻ എന്നാണ്. നല്ല ഭാവിയുടെ സൈൻ, ദ സൈൻ ഓഫ് ഗുഡ് ഫ്യൂച്ചർ, അല്ലേ? അങ്ങനെയല്ലേ ഇംഗ്ലീഷിൽ പറഞ്ഞത്? Now listen, Joshua, high priest, you and your colleagues who sit before you, for they are an omen of things to come. I am going to bring my servant, the branch. ഓക്കെ, നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതന്മാർ. അപ്പം നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ സന്തോഷമാണ്. എനിക്കും നിങ്ങളെക്കുറിച്ച് സന്തോഷം ചെറുതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. Praise the Lord. Praise the Lord. കാരണം ഈ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാനൊരു 10-18 വർഷമെങ്കിലും ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. Praise the Lord. 2007-8 കാലഘട്ടത്തിൽ അത് ജോയിപ്പിതാവ് പറഞ്ഞ ന്യൂജേഴ്സി ഇരിക്കണ കാലം തൊട്ട്, ന്യൂജേഴ്സിക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പണ്ട് അന്ന് നിങ്ങൾ യെസ് അന്ന് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എനിക്ക് ഈ ഒരു ദേശത്തോട് വലിയ അനുകമ്പയും പ്രത്യേകിച്ച് ഇവിടുത്തെ ആളുകളോട് വളരെ വലിയൊരു ഹൃദയത്തോടൊരു തുറവിയും സ്നേഹവും തോന്നാൻ ഒരു കാരണം നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ദാഹമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി ദാഹം. പേടിക്കേണ്ട, ഒക്കെ ശരിയായിക്കോളും. ഇരുട്ടായാലും വെളിച്ചം വരും എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് ഈ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്, ദൈവത്തിന് വേണ്ടി അതീവമായി ദാഹിക്കുന്ന ഒരു ജനത, ദൈവത്തിന് വേണ്ടി തീവ്രമായ ആഗ്രഹിക്കുന്ന ധാരാളം കുടുംബങ്ങൾ, ദൈവത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്ന അനേകം കുട്ടികളും യുവതി യുവാക്കന്മാരും ഈ പ്രദേശത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മറിച്ചുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലത് കാണുക. Praise the Lord. Praise the Lord. Hallelujah. 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 അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമുള്ള ഒരുപാട് പേര് വസിക്കുന്ന ഒരു രൂപതയാണ് ചിക്കാഗോ രൂപത. അതുകൊണ്ട് ചിക്കാഗോ രൂപതയുടെ ജൂബിലി കൺവെൻഷനിൽ പങ്കെടുക്കുമ്പം എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യം, ഈ 25 വർഷം നമ്മളെ കർത്താവ് നമുക്കിവിടെ രൂപത നൽകി, ഇടയന്മാരെ നൽകി, അജപാലകരായി വൈദികരെ നൽകി, പിന്നെ നമുക്ക് ധാരാളം ധ്യാനങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ കർത്താവ് കരുണ ചൊരിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹവും ദാഹവും കണ്ട് അനുഗ്രഹിച്ചത് ഇവിടെ നൽകി. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം ചിന്തിക്കുന്നൊരു കാര്യം, ഇവിടെ നല്ല ഷാലോം മിനിസ്ട്രി ഇവിടെ വന്നു, ഷാലോംകാർ ഇവിടെയുണ്ട്. ഷാലോം മിനിസ്ട്രി ഇവിടെ കർത്താവ് കൊണ്ടുവന്ന് ഷാലോമിൻ്റെ ശുശ്രൂഷയിലൂടെ ധാരാളം പേരെ കർത്താവ് ഉണർത്താൻ ഇടവരുത്തി. അതുപോലെ ഷക്കീന ചാനൽ, അത് പുതുതായിട്ട് ആരംഭിച്ചതാണ്. സന്തോഷ് കരിമത്രപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഷക്കീന ചാനൽ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ താൻ ഇടവരുത്തി. അതുപോലെ ബെന്നിസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഷാലോമിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ വന്നു. സാൻഡോ ബ്രദറും ടീം അംഗങ്ങളും ഇവിടെ നന്നായി പ്രവർത്തിച്ചു. പിന്നെ ധാരാളം പേര് ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നു. അനേകം നേഴ്സസ് മിനിസ്ട്രി പോലുള്ള മിനിസ്ട്രികൾ, എനിക്കറിയാത്ത അനേകം മിനിസ്ട്രികൾ ഇവിടെയുണ്ട്. അങ്ങനെ അനേകം മിനിസ്ട്രികൾ, അങ്ങനെ ധാരാളം കർത്താവ് എന്താ പറയണത്, ഏദൻ തോട്ടം നനയ്ക്കുന്നത് പോലെ ആത്മീയമായി നനച്ചു വളർത്തിയ ഒരു പൂന്തോട്ടമാണ് ചിക്കാഗോ രൂപത എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണത്. നിങ്ങൾ അമേരിക്കയിലായതുകൊണ്ട് മാത്രമല്ല, അമേരിക്ക എന്ന ദേശത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദാഹം കണ്ടിട്ട്, അനേകം കുടുംബങ്ങളിൽ അനേകം പാരൻസിൻ്റെ ദാഹം കണ്ടിട്ട്, ആഗ്രഹം കണ്ട്, കരച്ചിൽ കണ്ടിട്ട് കർത്താവ് അത് ഈ ദേശത്തിന് കരുണയോടെ നൽകിയതാണ്. ഈ മിനിസ്ട്രികളും ഈ ഇടവകളും ഈ രൂപതയും രൂപതാ സംവിധാനങ്ങളും ഇതെല്ലാം കർത്താവ് നമുക്ക് നൽകിയതാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ ഇടവകളിൽ വേദപാഠവും മറ്റ് ശുശ്രൂഷകൾ, അതുപോലെ മറ്റ് സംഘടനകൾ, പ്രവർത്തനങ്ങൾ, വിമൻസ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ പിതൃവേദിയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ പല സംഘടനകൾ അതും കർത്താവ് ഇവിടെ നൽകി. അപ്പോൾ ഇതിലൂടെ ഓരോന്നിലൂടെയും കർത്താവ് ഈ രൂപതയിലുള്ള കുടുംബങ്ങളെ, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൺവെൻഷൻ 25 വർഷം എത്തി നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നല്ല ഭാവിയുടെ അടയാളങ്ങളാണ്. നല്ല ഭാവിയുടെ അടയാളങ്ങൾ എന്ന നിലയിൽ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് 8:40 ആകുമ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നമുക്കതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഈ കൺവെൻഷൻ്റെ വിഷയം തന്നെ എന്താണ്? നോട്ട് ബൈ Walk by faith, not by sight. നോട്ട് ബൈ സൈറ്റ്, Walk by faith. ബട്ട് ബൈ ഫെയ്ത്ത്. അല്ലേ? കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണത്. കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. നിങ്ങൾ അനേകം പേര് ഇവിടെ നിങ്ങളുടെ ഭൗതികമായ നിങ്ങളുടെ മാനുഷികമായ നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ കാണുന്നതിനും അപ്പുറത്ത് ആത്മീയമായി നിങ്ങൾ കാണാൻ പരിശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ദൈവരാജ്യം വളരാൻ കഷ്ടപ്പാടുകൾ സഹിക്കാൻ സാധിച്ചത്. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് ഇവിടെ ദൈവരാജ്യം വളരാൻ കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. ഇവിടെ ദൈവരാജ്യം വളരാൻ വേദനിച്ച് പ്രാർത്ഥിച്ചവരാണ്. ഇവിടെ ദൈവരാജ്യം വളരാൻ, ഇവിടെ രൂപതയുടെ ശുശ്രൂഷകൾ ശക്തി പ്രാപിക്കാൻ, ഇവിടെ കുടുംബങ്ങൾ ദൈവത്തിലേക്ക് അടുക്കാൻ, ഇവിടെ യുവജനങ്ങളും കുട്ടികളും ദൈവത്തിലേക്ക് വരാൻ ഒരുപാട് വേദനിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചവരാണ്. സമ്പത്ത് വ്യയം ചെയ്തവരാണ്. ആരോഗ്യം വ്യയം ചെയ്തവരാണ്. ഇതിനുവേണ്ടി പലതരത്തിലുള്ള നെടുവീർപ്പുകളും ത്യാഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും മനക്ലേശങ്ങളൊക്കെ സഹിച്ചവരാണ്. അതിന് നമ്മളെ ബലപ്പെടുത്തിയത് നമ്മുടെ ഭൗതികം. അതുകൊണ്ട് നമുക്ക് ഭൗതികമായി കിട്ടുന്ന നേട്ടത്തെക്കാൾ ഉപരി നമ്മുടെ ഉള്ളിൽ ഇവരുടെ എല്ലാവരുടെയും നിത്യജീവന് വേണ്ടിയുള്ള ദൈവീകമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമുക്കങ്ങനെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ ദൈവം ശക്തി തന്നത്. വേറൊരു വാക്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവർ എന്ന വിഷയമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവർ. നിങ്ങൾക്ക് പറയാനുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ സന്തോഷ് കരിമത്ര ഇരിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന് എന്തൊക്കെ അപമാനങ്ങളാണ് സഹിച്ചിട്ടുള്ളത്, എത്രമാത്രം നിന്ദനങ്ങൾ, എത്രമാത്രം പേരുദോഷങ്ങൾ, പിന്നെ എത്രമാത്രം കഷ്ടപ്പാടുകൾ, ശാരീരിക ക്ലേശങ്ങൾ, ആത്മീയവും ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങൾ. അതുപോലെ ഇവിടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന നിരവധി പേര് അതുപോലെ ആത്മീയവും ശാരീരികവും മാനസികവും. നമ്മുടെ ജോസിയേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചവരാണ് ഇവർ. നമ്മുടെ റീത്ത ചേച്ചി, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ലിതി ചേച്ചി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേര് പറയാൻ തുടങ്ങിയാൽ ഇവിടെയുള്ള ഓരോരുത്തരുടെയും പേര് ഞാൻ പറയേണ്ടി വരും. അതുപോലെ ഓരോരുത്തരും കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരാണ്. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടത സഹിച്ചവർ, ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവർ. ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് സത്യം. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ അഭിലഷിക്കുന്നതിന് എല്ലാത്തിനേക്കാളും ഉപരി വിലയുള്ളതാണ്. അതെന്ന് നമുക്ക് ബോധ്യം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുകയുള്ളൂ. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ 1-2 പേരെ ബൈബിളിൽ നിന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് പൂർവ്വപിതാവായ ജോസഫിനെയാണ്. പൂർവ്വപിതാവായ ജോസഫ് യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ്. നിങ്ങളും ചില 12 മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരിനകത്തിരിക്കേണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ്. ആൾക്ക് യാതൊരു കേടുമില്ലാതെ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഓരോരോ സ്വരങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഓരോരോ സ്വപ്നങ്ങൾ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഓരോരോ സ്വപ്നങ്ങളും ഓരോരോ ചിന്തകളൊക്കെ വന്ന് അങ്ങനെയാണ് ഓരോ മിനിസ്ട്രികളിൽ നിങ്ങൾ ആക്റ്റീവായത്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് പടവലങ്ങ, തക്കാളിക്ക, മത്തങ്ങ, ചേന, ചേമ്പ് പോലെ നശിച്ചു പോവുകയുള്ളൂ. എത്രയോ പടവലങ്ങ ഭൂമിയിലും ഉണ്ടായിട്ട് നശിച്ചു പോയി. എന്താ ഗുണം? അനുകൂലമില്ല, പ്രതികൂലം എല്ലാം അങ്ങനെ പോയി. അതുപോലെ നമുക്ക് നിത്യജീവൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ മത്തങ്ങയും ചേനയും കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ പോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ ഒരു കൃപ കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടായത്. പൂർവ്വപിതാവായ ജോസഫ് അങ്ങനെ സ്വപ്നങ്ങൾ കിട്ടി, ആഗ്രഹങ്ങളുണ്ടായി, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി.
പ്രിയപ്പെട്ട സഹോദരൻ, അന്ന് തൊട്ട് കഷ്ടതകൾ ആരംഭിച്ചു. കഷ്ടതകൾ ആരംഭിച്ചെങ്കിലും ജോസഫ് ഉപേക്ഷിച്ചില്ല, ദൈവത്തെ ഉപേക്ഷിച്ചില്ല, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചില്ല. ദൈവം പറഞ്ഞ ഒരു ചെറിയ കാര്യം പോലും ജോസഫ് വെറുതെ വിട്ടില്ല. നമ്മളോടും ഈ ജോസഫിനോട് സംസാരിച്ച പോലെ ദൈവം സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻസ് തരുന്നുണ്ട്, നല്ല പ്രചോദനങ്ങൾ നൽകുന്നുണ്ട്. ഓരോ ഇപ്പോൾ ഷാലോം ചാനലിനാണെങ്കിൽ ബെന്നി സാറിന് ചില പ്രചോദനങ്ങൾ കൊടുത്തു, അതിനെ മുറുകെ പിടിച്ചു. അത് പൂവണിയുന്നത് വരെ അതിനു വേണ്ടി കഷ്ടത സഹിച്ച് നിന്നു. ഷക്കീന ചാനലിന് വേണ്ടി ചില പ്രചോദനങ്ങൾ സന്തോഷ് കരിമത്തിൽ പറഞ്ഞു കൊടുത്തു. അത് കഷ്ടത സഹിച്ച് അത് പൂവണിയുന്നതിന് വേണ്ടി രാപകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ രൂപതയ്ക്ക് വേണ്ടിയുള്ള ചില ഉൾക്കാഴ്ചകൾ നിങ്ങൾ പലർക്കും തന്നു. അതെല്ലാം അതിന് ഏത് സ്വപ്നമാണോ ദൈവത്തിൽ നിന്നൊരു വ്യക്തി സ്വീകരിക്കുന്നത്, അതിനു വേണ്ടി അത് മുറുകെ പിടിക്കണമെങ്കിൽ അതിനു വേണ്ടി ധൈര്യം ആവശ്യമാണ്, അതിനുവേണ്ടി ഒരു നിലപാട് ആവശ്യമാണ്, അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തണം, അതിനുവേണ്ടി നമ്മൾ കഷ്ടതകൾ സഹിക്കണം. അങ്ങനെ പൂർവ്വപിതാവായ ജോസഫ് മുറുകെ പിടിച്ചു, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ മുറുകെ പിടിച്ചു. ദൈവം ഈ ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പെടുത്തലുകൾ മുറുകെ പിടിച്ചു. അപ്പോൾ ഏത് വ്യക്തിയെയാണോ ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, ആ വ്യക്തിയിൽ നിന്ന് ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൈസ്, ഒരു വില, അതാണ് ദൈവരാജ്യത്തിന് വേണ്ടി ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളയും. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം തന്നെ വന്നത് എടുത്തുകൊണ്ട് പോകും. ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം, സൽപ്പേരുള്ളവരെ സൽപ്പേര് മുഴുവൻ നഷ്ടപ്പെടുത്തി കളയും. ഞാനൊന്നും പറയണില്ല. ഫ്രൈസ്, നിങ്ങൾ എന്താണോ എനിക്ക് ഏറ്റവും വിലയുള്ളതാണ്, ഞാൻ മറ്റുള്ളവരെ പൈസ വാങ്ങിയെന്നൊരു ചീത്തപ്പേര് കേൾപ്പിക്കരുത്. ഒരു വികാരിയായി അന്ന് തൊട്ട് എൻ്റെ ഒരു തീരുമാനമാണ്. എന്നാൽ എൻ്റെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഭൂമിയിൽ ദൈവത്തോട് കർത്താവ്, അത് ഞാൻ നഷ്ടപ്പെടുത്തില്ല, ബാക്കി എന്ത് നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല എന്ന് അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആ സൽപ്പേര് നിങ്ങൾ എന്താണോ കാര്യമായിട്ട് കരുതുന്നത് അതെല്ലാം ഇസ്ഹാക്കുമാരെ എല്ലാം എടുത്തുകൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബമാണ് നിങ്ങൾ വലുതായി കാണുന്നതെങ്കിൽ കുടുംബക്കാരെല്ലാം നിങ്ങൾ ചീത്ത വിളിക്കാൻ തുടങ്ങും. അതായത് വേറൊരു വാക്യം പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു സ്വപ്നം നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ, ദൈവത്തിൻ്റെ ഒരു സ്വപ്നം നിങ്ങൾ മുറുകെ പിടിച്ചാൽ, നിങ്ങൾ ഭൂമിയുടേതായിട്ടുള്ളതെല്ലാം ദൈവം അങ്ങോട്ട് എടുത്തു മാറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവ്വപിതാവായ ജോസഫ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം പോയി, അദ്ദേഹത്തെ അടിമയായി വിറ്റു. സഹോദരങ്ങൾ ആരും കൂടെയില്ല, അപ്പനെ കാണാൻ പറ്റാതെയായി, അന്യദേശത്തേക്ക് വിൽക്കപ്പെട്ടു. നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അതിനുശേഷം ഈജിപ്തിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടു. ഫറവോയുടെ കാവൽപ്പട നായകൻ്റെ പൊത്തീഫർ എന്ന് പറഞ്ഞ കാവൽ സേനാ നായകൻ്റെ ഒരു വീട്ടിലൊരു അടിമയായി അവൻ എത്തിച്ചേർന്നു. അവൻ്റെ സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, മിത്രങ്ങളില്ല, കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, ആരുമില്ല. അവനെ മാത്രം ദൈവം അവിടെ നിന്ന് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല, അവകാശപ്പെടഞ്ഞ് ഒന്നുമില്ല. അങ്ങനെ ഒരു അടിമയായി, അവകാശങ്ങളില്ല, അഡ്രസ്സില്ല, സ്ഥാനമാനങ്ങളില്ല, പേരില്ല, പെരുമയില്ല, സ്വന്തമായി ഭൂമിയില്ല, ഒന്നുമില്ല. അങ്ങനെ അടിമയായി മാറി. ഇവിടെ നഷ്ടപ്പെടുത്തിയവർ കുറച്ച് പേര് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ഇത്രയൊന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ പോയിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിഷമിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുമ്പേ നഷ്ടപ്പെടുത്തിയവർ ധാരാളം പേരുണ്ട്. അപ്പോൾ ജോസഫ് ഇതുപോലെ ഒന്നുമില്ലാതെ, അഡ്രസ്സ് പോലും ഇല്ലാത്തതായി മാറി. ജോസഫിന് സ്വന്തമായൊരു അഡ്രസ്സില്ല. അങ്ങനെ ജോസഫ് ഇരിക്കുന്ന സമയത്താണ് അവിടെ പൊത്തിഫറിൻ്റെ ആ കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടായി. ഇഷ്യൂവിൽ പൊത്തിഫർ അല്ലെങ്കിൽ ഈ ജോസഫ് കക്ഷി അല്ലെങ്കിൽ ജോസഫ് പങ്കാളി അല്ലെങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ ഒരു വീഴ്ച കാരണം എന്തായി, ജോസഫിൻ്റെ സർവ്വമാനവും നഷ്ടപ്പെട്ടു. ജോസഫിൻ്റെ തുണിയാണെങ്കിൽ അവളുടെ കയ്യിലുമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ വായിക്കുന്ന ഇങ്ങനെയാണ്, 39-ാം അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, യജമാനൻ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ കാവൽപ്പട നായകനായ പൊത്തീഫർ വരുന്നത് വരെ പൊത്തീഫറിൻ്റെ ജീവിത പങ്കാളി ആ തുണിയും പിടിച്ചുകൊണ്ടിരുന്നു. ജോസഫ് അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം വരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയും ദിവസം മാനസിക സംഘർഷത്തിലാണ്. കാരണം ജോലിക്കാരെല്ലാവരും അറിഞ്ഞു ജോസഫ് അക്രമം കാണിച്ചു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. സൽപ്പേര് മുഴുവൻ പോയി. ദൈവ പൈതൽ എന്ന നിലയിൽ അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചൊക്കെ വകയേർന്ന്, അപ്പോൾ ഈ പ്രാർത്ഥന മുഴുവൻ തട്ടിപ്പാണെന്ന് കംപ്ലീറ്റ് പാട്ടായി. ഇദ്ദേഹം ഒരു വലിയൊരു വഞ്ചകനാണ്, ഒരു ഉഡായിപ്പാണെന്ന് സർവരും പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇദ്ദേഹവും ദൈവവും മാത്രം, ജോസഫും ദൈവവും മാത്രം, ബാക്കി ഒരൊറ്റ മനുഷ്യൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ ആ രാജ്യത്തില്ല. അത് ഈജിപ്തിൽ കിടക്കുകയാണ്,
ഒരു മനുഷ്യനില്ല മനസ്സിലാക്കാനായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനോ ഒരു വാക്ക് ഇദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ ഒരു മനുഷ്യനില്ല. അദ്ദേഹം ഈജിപ്തിലാണ്, അദ്ദേഹം കാവൽപ്പട നായകൻ്റെ ഭവനത്തിലാണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും എതിര്. എങ്കിലും അദ്ദേഹം ദൈവത്തെ മുറുകെ പിടിച്ചു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ വലിയൊരു വിചാരം എന്താണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ വലിയൊരു വിചാരം, അദ്ദേഹം കാഴ്ച കൊണ്ട് ജീവിക്കുന്നവനായിരുന്നില്ല. അദ്ദേഹം കാഴ്ചയ്ക്കും അപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തെ നോക്കി ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ദൈവത്തെ നോക്കി ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം വിശ്വാസത്താൽ ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം വിശ്വാസം വഴി ഈ കാഴ്ചയ്ക്കും അപ്പുറത്തൊരു രാജ്യത്തെ മുന്നിൽ കണ്ടൊരു വ്യക്തിയാണ് ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്നുള്ള സുവിശേഷ പ്രസംഗങ്ങളോ നമുക്ക് കിട്ടിയുള്ള വേദപാഠങ്ങളോ നമുക്ക് കിട്ടിയുള്ള ഒരു ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാം ജോസഫിന് കിട്ടിയിട്ടില്ലെങ്കിലും ജോസഫിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവ് ജോസഫിനെ ഇതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. വേറെ വാക്കി പറഞ്ഞാൽ, നിങ്ങൾ കർത്താവിൽ നിന്നൊരു സ്വപ്നം സ്വീകരിച്ചാൽ, കർത്താവിൻ്റെ ഒരു പ്രചോദനം സ്വീകരിച്ചാൽ അതിനുവേണ്ടി ബോൾഡായിട്ട് മുറുകെ പിടിക്കണം. ധൈര്യം വേണം. ധൈര്യമുള്ളവരുടെ കൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുകയുള്ളൂ. ധൈര്യമുള്ളവരുടെ കൂടെ മാത്രമേ കർത്താവ് മുമ്പോട്ട് സുവിശേഷ വേലയിൽ കൈപിടിച്ച് കൊണ്ടുപോവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന എല്ലാ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ എല്ലാ മക്കളും ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ധൈര്യം. ദൈവം നിരോധിക്കുന്നൊരു കാര്യമാണ് ഭീരുത്വം. മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുമോ, ഞാൻ നശിച്ചു പോകുമോ, ഞാൻ ഒന്നുമില്ലാതാവുമല്ലോ, ഒന്നും പേടിക്കേണ്ട, ദൈവം കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യമുള്ളവരുടെ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജോസഫ് കാഴ്ച കൊണ്ട് നോക്കിയാൽ, മാനുഷികമായി നോക്കിയാൽ ഒന്നുമില്ല, എല്ലാം തകർന്ന് തരിപ്പണായി. അപ്പനില്ല, സഹോദരങ്ങളില്ല, വീട്ടുകാരില്ല, ബന്ധുക്കളില്ല, അഡ്രസ്സില്ലെന്നോട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇനി വരാൻ പോണ വിപത്ത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യജമാനം വന്നിട്ടില്ല, അദ്ദേഹം തുണി പിടിച്ചാണ് നിൽക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ കുറ്റവാളിയായിട്ട് ഒരു മുറിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ദൈവത്തെ വിളിച്ച് കഴിയണ്ട. പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരയില്ലാത്ത ആളുകളാണ്. സ്വപ്നം തന്ന ദൈവത്തെ കാണാനില്ല, ദൈവം മറുപടി തരുന്നില്ല. നീണ്ട നിശബ്ദതയിൽ ജോസഫ് ആ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. യജമാനം വരണവരെ എന്തൊക്കെയാണ് സംഭവിക്കുന്ന അറിയാതെ അവ്യക്തത, അസന്നിഗ്ധാവസ്ഥ, മാനസിക സംഘർഷങ്ങൾ, സ്ട്രെസ്സ്, ടെൻഷൻ, ഇതെല്ലാത്തിലൂടെ ജോസഫ് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ജോസഫ് ഒരു കാര്യം പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവം നൽകിയ വാഗ്ദാനമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്ന ഒരു രാജ്യമുണ്ട്, ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് ജോസഫ് നോ കോംപ്രമൈസ്. ലോകത്തോട് ഒരിക്കലും കോംപ്രമൈസിന് പോയില്ല, ലോകത്തോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടു, ദൈവത്തിൻ്റെ പ്രചോദനത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടു. ദൈവത്തിൻ്റെ പ്രചോദനം, ദൈവം തന്ന ബോധ്യം, ദൈവം തന്ന കാഴ്ചപ്പാട്, ദൈവം തന്ന മൂല്യം, ദൈവം തന്ന വഴികൾ, അതിനുവേണ്ടി മാത്രം നിലകൊണ്ടു, അതിനുവേണ്ടി മാത്രം മുറുകെ പിടിച്ചു, അതിനുവേണ്ടി മാത്രം അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നീണ്ട നിശബ്ദത, നീണ്ട ഏകാന്തത, നീണ്ട പരിത്യക്താവസ്ഥ, ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾ, ഉത്തരമില്ലാത്ത ദിവസങ്ങൾ, ആരുമില്ലാത്ത കടുത്ത അനാഥത്വമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജോസഫ് ഒരു ഇഞ്ച് ലോകത്തോട് കോംപ്രമൈസ് ചെയ്തില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയം, ഒരു പ്രതിസന്ധി വന്നു, കുറച്ച് നാൾ നോക്കും, തഞ്ചക്കേടാണെന്ന് കണ്ടാൽ, പാലക്കാട് ഭാഷയെ പറഞ്ഞാൽ തഞ്ചക്കേടാണെന്ന് കണ്ടാൽ പിന്നെ നിർവാഹമില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൊരു പോക്കാണ്. ചേര തിന്നാൻ നാട്ടിൽ ചെന്നാൽ പിന്നെ ഓരോരോ തോന്നിയാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നോ കോംപ്രമൈസ് വിത്ത് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ സ്വഭാവം എന്താണ്? ക്രിസ്തുവിനോടുള്ള ശത്രുത നിലനിർത്തിക്കൊണ്ട് ക്രിസ്ത്യാനികളെ ലോകത്തിൻ്റെ മിത്രമാക്കി മാറ്റും. ലോകം നമ്മളറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും, നമ്മളറിയാതെ തന്നെ നമ്മുടെ മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കും, നമ്മളറിയാതെ തന്നെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പ്രവേശിച്ച് ക്രിസ്തുവിനോടുള്ള ശത്രുത നിലനിർത്തിക്കൊണ്ട് ലോകം ക്രിസ്തീയ കുടുംബങ്ങളെയും ക്രിസ്ത്യാനികളെയും ലോകത്തിൻ്റെ മിത്രമാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ജോസഫ് പറഞ്ഞു, നോ, ലോകത്തോട് കോംപ്രമൈസ് ഇല്ല, ദൈവത്തിൻ്റെ സ്വപ്നത്തോട് മാത്രമേ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അങ്ങനെ അതിന് നിലകൊണ്ടു. യജമാനൻ വന്നു, യജമാനൻ അദ്ദേഹത്തെ കൊണ്ടുപോയി രാജാവിൻ്റെ തടവുകാരെ പാർപ്പിക്കുന്ന കിരാതമായ രാജ്യദ്രോഹികളുടെ തടവറയിൽ, ജയിലിൽ പാർപ്പിച്ചു. 1-2 വർഷമല്ല, 13 വർഷങ്ങൾ.
13 വർഷങ്ങൾ. ഇനി എന്നെങ്കിലും ലോകം കാണുമെന്നൊരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ല ലോകം കാണുമെന്ന്. പക്ഷേ ജോസഫ് അവിടെ ഇരുന്നു. ജോസഫാണ് കാഴ്ചയാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ 7 പണ്ടേ എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്ത് നല്ല ജീവിതം ബിൽഡപ്പ് ചെയ്യാൻ ജോസഫിന് പറ്റും. നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, നല്ല സ്വീകാര്യനായ വ്യക്തിയാണ്. കോംപ്രമൈസിന് ശ്രമിക്കുകയാണെങ്കിൽ വളരെ വളരെ എളുപ്പമുണ്ട്. എന്നാൽ ജോസഫ് ഒരു കോംപ്രമൈസിന് പോയില്ല. Praise the Lord. Praise the Lord. Hallelujah. 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 ജോസഫ് പറഞ്ഞു ദൈവത്തിൽ നിന്നുള്ളത് മാത്രം. അവർ പക്ഷേ പൊത്തിഫറിൻ്റെ ഭാര്യ പല കോംപ്രമൈസിനും ആളെ വിട്ട് കാണുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലോകമല്ലേ, ലോകത്തിൻ്റെ മിത്രമാക്കാൻ ശ്രമിക്കാതിരിക്കുമോ? പല കോംപ്രമൈസും പല ഓഫറും കൊടുത്തു വിട്ടിട്ടുണ്ടാവും. വരുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്ന ഉയർച്ചയല്ലാത്ത ഒരു ഉയർച്ചയും വേണ്ട എന്ന് കോംപ്രമൈസ് ഇല്ലാതെ നിലപാടെടുത്ത വ്യക്തിയാണ് ദൈവത്തിൻ്റെ സ്വപ്നം സ്വീകരിച്ച ജോസഫ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫ് അതിന് ദൈവത്തിന് വേണ്ടി വില കൊടുത്തു. ജോസഫിൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു, ജോസഫിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ടു. അവൻ 13 വർഷം ജയിലിൽ കിടന്നു. 13 വർഷം ജയിലിൽ കിടന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്. അതായത് 105-ാം സങ്കീർത്തനത്തിൽ 18-ാം തിരുലിഖിതം, ചങ്ങലകൾ കൊണ്ട് അവൻ്റെ കാലുകൾ മുറിഞ്ഞു, ഇരുമ്പ് പട്ട അവൻ്റെ കഴുത്തിൽ മുറുകി. അമേരിക്കയിൽ നിന്ന് ഇല്ലീഗൽ മൈഗ്രൻസിനെ പിടികൂടി അവരെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചില ചിത്രങ്ങൾ കണ്ടിട്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അവരെ കയ്യിൽ 2 ചങ്ങലയിടും, പിന്നെ കാലിലും ചങ്ങലയിടും, പിന്നെ കഴുത്ത് ചങ്ങലയിടുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഒരു ജയിലിൽ കൊണ്ട് പാർപ്പിക്കും. അതിന് ശേഷം ഒരു ഫ്ലൈറ്റിൽ നിറച്ച ആളായി കഴിയുമ്പം അതുങ്ങൾ ആ ചങ്ങലയോടുകൂടെ തന്നെ ഡൽഹിക്കോ അല്ലെങ്കിൽ ഏത് രാജ്യമാണ് രാജ്യത്തേക്ക് മൂത്രം ഒഴിക്കാൻ പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വിടുന്നതായിട്ട് മനുഷ്യാവകാശം നമ്മൾ വിഷയമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നത്. വിടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചങ്ങലയ്ക്ക് കൊണ്ട് ഇടുമെന്ന് പറയണത്, ചങ്ങലയ്ക്കിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇല്ലീഗൽ മൈഗ്രൻസിന്. നിങ്ങൾ പേടിക്കേണ്ട, ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വഴി ദൈവത്തെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതേപോലെ ജോസഫിന് 2 കൈകളിലും ചങ്ങല, ജോസഫിന് 2 കാലുകളിലും ചങ്ങല, കഴുത്തിൽ ഇരുമ്പ് പട്ട. 13 വർഷം ഇരുമ്പ് പട്ട. നിങ്ങളൊരു എരുമയ്ക്ക് മൂക്കേറിട്ട് കഴിഞ്ഞാൽ 13 വർഷം കഴിഞ്ഞ് മൂക്കെല്ലാം അങ്ങോട്ട് കൂടി ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലായിട്ടുണ്ടാവും. മൂക്കേറിട്ട് എരുമേനെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ 13 വർഷം ഇരുമ്പ് പട്ട കറന്ന കഴുത്ത് പുണ്ണ് വന്ന് നിറഞ്ഞു എന്നാണ് പറയുന്നത്. കൈവിലങ്ങൾ കൊണ്ട് കാലുകൾ മുറിഞ്ഞു, ഇരുമ്പ് പട്ട കഴുത്തിൽ മുറുകി, കഴുത്ത് മുഴുവൻ പുണ്ണായി. 13 വർഷം കയ്യും കാലും കഴുത്തും എല്ലാം അങ്ങനെയായി. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ഉത്തരയില്ല. എന്ന് രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയില്ല. പക്ഷേ യോസഫ് പറഞ്ഞ് എൻ്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തി, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി, എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെടുത്തിയാലും ഞാൻ ഒരു കാര്യം മാത്രം നഷ്ടപ്പെടുത്തില്ല, ഞാൻ ദൈവം തന്ന സ്വപ്നം നഷ്ടപ്പെടുത്തില്ല. ദൈവം ഉണ്ട്, ദൈവമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്ന ഈ ജയിലോ, കണ്ണുകൊണ്ട് കാണുന്ന ഇരുട്ടറയോ, കണ്ണുകൊണ്ട് കാണുന്ന ഈ തിരസ്കരണമോ, ആരുമില്ലാത്ത അവസ്ഥയോ, ഒരാൾ പോലും വാദിക്കാനുള്ള അവസ്ഥയോ, ഇനി പുറലോകം കാണുമെന്നൊരു പ്രതീക്ഷയില്ല, ജാമ്യം എടുക്കാൻ ആരുമില്ല. ഇതൊന്നും അല്ല സത്യം. ദൈവമാണ് സത്യം. ദൈവമുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് സ്വപ്നം തന്നിട്ടുണ്ട്, അതേ നടക്കുകയുള്ളൂ, ബാക്കിയെല്ലാം അസ്ഥിരമാണ്, അത് മാഞ്ഞു പോകും എന്ന് ജോസഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് പറയണത്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോട്ട് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. ജോസഫ് അങ്ങനെ തടവറ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിനൊരു സമയമുണ്ട്. എല്ലാറ്റിനും ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ, നമ്മുടെ വിചാരത്തെ പോലെ അല്ല ദൈവത്തിൻ്റെ വിചാരം. ദൈവത്തിൻ്റെതായ വഴികളുണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്, ദൈവത്തിൻ്റെതായ ചിന്തകളുണ്ട്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും മനുഷ്യൻ്റെ ചിന്തകളും വഴികളേക്കാൾ ഉന്നതമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയത്ത് ജോസഫിനെ സന്ദർശിച്ചു. ജോസഫ് അപ്പോഴും വിശ്വസ്തനായി അവിടെ ഇരിക്കുകയാണ്, ദൈവത്തെ കാത്തിരിക്കുകയാണ്. തടവറയിൽ, ഇരുട്ടറയിൽ, ആരുമില്ലാതെ, പരിത്യക്തനായി, ഒരാൾ പോലും ഇല്ലാതെ, എല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, ദൈവത്തോട് വിശ്വസ്തത തെളിയിച്ച മനുഷ്യൻ. വെറുതെ ആഗ്രഹം പോരാ, വെറുതെ ചപ്രാഴ്ച പ്രാർത്ഥനകൾ പോരാ. ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നവരുണ്ടോ
ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ചിക്കാഗോയിലേക്ക് നോക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുന്നു. ദൈവത്തിന് വേണ്ടി വിശ്വസ്ത പുലർത്തി, ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അവരിലൂടെയാണ് ദൈവരാജ്യത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോവുകയുള്ളൂ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജോസഫ് അതാ ഇരുട്ടറയിൽ മൂല ഇരിക്കുകയാണ്. ഒരു വെളിച്ചമില്ല, ഒരാളുമില്ല, സംസാരമില്ല, കഴുത്തെല്ലാം മുറിഞ്ഞ്, കൈകാലുകൾ മുറിഞ്ഞ്, മെഡിസിൻ ഇല്ല, ഒന്നുമില്ല, ഇരിക്കുകയാണ്. നമ്മുടെ ചെറിയൊരു ഇതുണ്ടായത് തന്നെ എത്രമാത്രം ഓയിൽമെൻറ്റും എത്രമാത്രം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അപ്പോൾ ദൈവം വന്നു. ദൈവം അവനെ സന്ദർശിച്ചു. ഈജിപ്തിലെ 2ാമത്തെ ഭരണാധികാരി ജോസഫിനെ കിരീടത്തിൽ അവിടെ ഇരുത്തിയത്, ജോസഫിനെ രഥത്തിൽ ഇരുത്തിയിട്ട് ജോസഫിൻ്റെ രഥം പോകുന്നതിന് മുമ്പേ ഈജിപ്തുകാർ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാ 2ാമത്തെ ഭരണാധികാരി, അല്ലെ 2ാം ഭരണാധികാരി, ഫറവോ കഴിഞ്ഞ അടുത്തയാൾ. അതുപോലെ ദൈവം ജോസഫിനെ ഈജിപ്തിൽ ഉയർത്തി. Praise the Lord. Praise the Lord. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫിൻ്റെ ജീവിതത്തെ ദൈവാനുഗ്രഹിച്ചു. അപ്പോഴും ജോസഫ് ലോകത്തിൻ്റെ കൂട്ടുകെട്ടല്ല, ലോകത്തിൻ്റെ പ്രതാപമല്ല, ലോകത്തിൻ്റെ പ്രൗഢിയല്ല ജോസഫ് ജീവിതത്തിൽ ഒന്നാമതായി കണക്കാക്കിയിരുന്നത്. ജോസഫ് ഒറ്റ കാര്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ, ദൈവം. എഴുന്നേറ്റ് നിന്നേ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവരുണ്ട്, ധാരാളമായിട്ട് നഷ്ടപ്പെടുത്തിയവരുണ്ട്. ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്, ദൈവരാജ്യം ഇവിടെ വരാൻ വേണ്ടി ആഗ്രഹിച്ചവരുണ്ട്, ചെറിയ വിധത്തിൽ പരിശ്രമിച്ചവരുണ്ട്, ഇപ്പോൾ തുടങ്ങിയവരുണ്ട്, ദീർഘകാലമായിട്ട് ഇവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പല വിധത്തിൽ അധ്വാനിച്ചുണ്ട്. വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വൈദിക വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ ആത്മായ ശുശ്രൂഷകരുണ്ട്, മിനിസ്ട്രികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സാമ്പത്തികമായി നഷ്ടപ്പെടുത്തിയവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെടുത്തിയവരുണ്ട്, മരിച്ചുപോയവരുണ്ട്, അനേകം പേര്. അവരെല്ലാം ഓർക്കുകയാണ് കർത്താവേ. പല ശുശ്രൂഷകരും നന്നായിട്ട് അധ്വാനിച്ച് മരിച്ചു പോയിട്ടുണ്ട്, അവരെല്ലാം ഇപ്പോൾ പ്രത്യേകം ഓർക്കുന്നു കർത്താവേ. രൂപതയിൽ വർക്ക് ചെയ്ത മറ്റനേകം പേരെ ഓർക്കുന്നു കർത്താവെ. ശുശ്രൂഷ വൈദികരെ ഓർക്കുന്നു. ഒരുപാട് പേർക്ക് ത്യാഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. 25 വർഷത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നം കൈയേറ്റു വാങ്ങിയവര്, ദൈവത്തിന്റെ സ്വപ്നം കൈയേറ്റു വാങ്ങിയവര് എല്ലാവരും ഓർക്കുകയാണ് കർത്താവേ. ഇപ്പോൾ അനോയിന്റിംഗ് നൽകണമേ കർത്താവേ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ പുതിയ അഭിഷേകം നൽകണമേ കർത്താവേ. മുന്നോട്ട് പോകാൻ അനുഗ്രഹം നൽകണമേ കർത്താവേ. മുന്നോട്ട് കൃപ നൽകണമേ കർത്താവേ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 25-28 വരെ തിരുലിഖിതങ്ങൾ പാപത്തിന്റെ നൈനിമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരാനാണ് അവൻ ആഗ്രഹിച്ചത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ സ്ഥിതികളെക്കാൾ വിലയേറിയതായി അവൻ കണക്കാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. പുഞ്ചിരിച്ചിന്നെന്റെ പരദേശിയെ പോലെ കൈകൾ ഉയർത്തി നിങ്ങൾ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി ഉറപ്പിച്ചത്. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂബിലി കൺവെൻഷൻ പങ്കെടുക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേരിൽ ദൈവം ഈ ദേശത്തുള്ള കുട്ടികളുടെയും യുവതി യുവാക്കന്മാരുടെയും കുടുംബങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ തരും, ചില ചിന്തകൾ തരും. പൂർവ്വപിതാവ് ജോസഫിൻ്റെ അടുത്ത് വന്നപ്പോൾ ചെറിയൊരു സ്വപ്നം കൊടുത്തു, ചെറിയൊരു ചിന്ത കൊടുത്തു, കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയും. അത് ഏറ്റുവാങ്ങി, അതിനുവേണ്ടി സമർപ്പണം ചെയ്തു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവർ മാത്രം നിലനിൽക്കും, ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ
എന്നേക്കും നിലനിൽക്കും. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.